ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. സമീപഭാവിയിൽ ഏറ്റവും അധികം ട്രോൾ ചെയ്യപ്പെട്ട ഒരു ഡയലോഗാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ ഇളയ മാധവ് സുരേഷിന്റെ ഒരു സിനിമയിലെ ഡയലോഗ് പ്രസന്റ് ചെയ്ത രീതിയായി ബന്ധപ്പെട്ടാണ് ഒരുപാട് പേര് നിരന്തരമായി പുള്ളി പാപ്പടോനെ ട്രോൾ ചെയ്തത്. അപ്പോൾ ഇതേപോലൊരു ഇന്ന് നമ്മൾ രാവിലെ കണ്ടു. ഞങ്ങൾ പിന്നെ ഗുണ്ടകളാണെങ്കിലും ലഹരിക്കെതിരാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഓപ്പറേഷൻ തൂഫാൻ്റെ ഇതിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത്. അത് കെ സുധാകരനെ നേരിട്ടാണ്, സുധാകരേട്ടനെ കണ്ട് ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ വലിയ വിവാദമായിരുന്നു കെ സുധാകരനെ ഇവന്മാരെ തമ്മിൽ നടന്ന ഒരു കൂടിക്കാഴ്ച കൊച്ചിയിൽ. അതെ, അതിനകത്ത് രസം ഗുണ്ടകളുടെ കൈവിട്ടുപോയി എന്നാണ് അവർ പറയുന്നത് ഈ കൂടിക്കാഴ്ച. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ തൂഫാൻ വാരിയേഴ്സ് ആകാൻ തയ്യാറാണ്. അപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച് ഗുണ്ടകൾക്ക് രമേശ് ചെന്നിത്തലയെ കാണാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിലല്ലേ ഇവർ ഇന്ന് ആയുധം വെച്ച് കീഴടങ്ങണം. ഈ മാവോയിസ്റ്റുകൾ വന്ന് CRPF ഞങ്ങൾ ഇങ്ങനെ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് എന്തായാലും തൂഫാന്റെ വാരിയറാകാൻ മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുട്ടുന്ന ഒരുത്തൻ ഇപ്പോൾ റിമാൻഡിലായി. മട്ടാഞ്ചേരി ഷിബുവോ അങ്ങനെ പറഞ്ഞൊരാൾ കഴിഞ്ഞ ദിവസം റിമാൻഡിലായി. അത് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പം സംഭവം നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം. കെ സുധാകരൻ MBA കൊച്ചിയിൽ വെച്ച് ഒരു 100ഓളം ഗുണ്ടകൾ ചെന്ന് കാണുകയാണ്. എന്നിട്ട് ഇതിൻ്റെ വാർത്തയും ചിത്രങ്ങളും പുറത്തു വരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു ഇവർ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നൽകാൻ വന്നവരാണ് എന്ന് പറയുന്നു. കൊച്ചി എറണാകുളം DCC പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ പരിപാടി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പം എന്താണെങ്കിലും ശരി, ഇന്നിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് ഇത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം ഗുണ്ടകളുടെ യോഗം വിളിച്ചു എന്നായിരുന്നു വാർത്ത. ഗുണ്ടകളുടെ യോഗം സുധാകരൻ വിളിച്ചു എന്നായിരുന്നു വാർത്ത. ഇപ്പൊ ഇന്നിപ്പോ അതിന്റെ നിജസ്ഥിതി ആണോ എന്നൊന്നും അറിയില്ല. ഗുണ്ടകളുടെ ഭാഗത്തു നിന്ന് അവരുടെ ഒരു നേതാവ് ഈ നമ്മുടെ AKG സെന്റർ ആക്രമണം സുഹൈൽ എന്ന കണ്ടയാളുടെ പേര്, അയാളുടെ ഒരു പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ ക്രിമിനൽ കേസ് പ്രതികളാകാം, ഞങ്ങൾ ഗുണ്ടകളാകാം, പക്ഷേ ഞങ്ങൾ സുധാകരേട്ടനെ ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണ്. അദ്ദേഹം അവിടെ വരുന്നുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ സമയം ചോദിച്ചതാണ്. ഞങ്ങൾ 20 പേര് കാണാനാണ് അനുമതി ചോദിച്ചത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ 100 പേരായിപ്പോയി എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? 20 പേര് വരാൻ അനുമതി ചോദിച്ചിട്ട് 100 പേരായി മാറിയത് എങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. ഇത്തരത്തിലൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. ഏതാണെന്നറിയാം? സതീശനെ എന്നോടാണ് പറഞ്ഞത്. പിന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ല, ഒരു കാരണവശാലും തരത്തില്ല, ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. റെജി ചെറിയാൻ കുട്ടനാട് MLA അദ്ദേഹം ഒരു സബ്മിഷൻ അവതരിപ്പിച്ചു. ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് കുട്ടനാട് താലൂക്കിന് അവധി വേണമെന്ന്. അപ്പോൾ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം, അല്ലെ പരിശോധിച്ചിട്ട് നോക്കാം എന്നൊക്കെ മുഖ്യമന്ത്രി സഭയിൽ എണീറ്റ് നിന്ന് മറുപടി കൊടുത്തു. ഇരിക്കുന്നതിനിടെ പൂർണ്ണമായിട്ടും ഇരുന്നോ എന്നറിയില്ല. ഇരിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി അടുത്തിരുന്ന മന്ത്രി കുഞ്ഞാലിക്കുട്ടിയോട് പറയണം ഒരു കാരണവശാലും കൊടുക്കില്ല എന്നുള്ളത് മൈക്ക് പിടിച്ചെടുക്കുകയും ഇത് പുറത്തു വിടുകയും ചെയ്തു. അതുപോലെ അപ്പോൾ അതിനുശേഷം ഇത് വിവാദമായപ്പോൾ ഒരു വിശദീകരണമായിട്ട് കുഞ്ഞാലിക്കുട്ടി വന്നു. ഈ ലോകത്ത് എനിക്ക് മാത്രമേ എൻ്റെ സത്യം അറിയാവൂ. നവ്യ നായർ നന്ദനത്തിൽ പറഞ്ഞ പോലെ ഞാൻ മാത്രമേ ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ലോകം എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ സത്യം എനിക്കറിയാം. ഞാനെന്തോ എന്നോടാണ് പറഞ്ഞത്, ഞാൻ ഒരു മണ്ഡലത്തിലെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഒരു അനുമതിയുടെ കാര്യമാണ് സംസാരിച്ചത്, അത് ഒരു കാരണവശാലും കൊടുക്കത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെച്ചത്. എന്തായാലും അതേപോലെയാണെന്ന് തോന്നുന്നു ഈ സംഭവം. ഒത്തിരി 2-3 ദിവസമായിട്ട് ഗുണ്ടകളുടെ മേളിൽ കയറുകയാണ് എല്ലാവരും കൂടെ. അതായത് കെ സുധാകരൻ ഇവരെ ഓപ്പറേഷൻ തൂഫാൻ്റെ വാരിയേഴ്സായി പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാണുന്നവരെ എല്ലാം നമ്മുടെ രമേശ് ചെന്നിത്തല തൂഫാൻ മാധ്യമങ്ങളിലും വഴി കാണുന്ന എല്ലാവരെയും വാരിയറാക്കുക. കഴിഞ്ഞ ദിവസം പുള്ളി ഒരു വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞു, അണലിയെ നാക്കിൽ കൊത്തിച്ച് ലഹരി നേടുന്ന ആൾക്കാരുണ്ട്, അണലിയുടെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞു. ഡോക്ടർ ഷിംന അസീസ് എന്ന് പറയുന്ന ഡോക്ടർ, അവർ സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുന്ന ആളാണ്. അവർ പറഞ്ഞു ഇതിനെ പിടിച്ച് ഇയാൾ പറയുന്നത് കേട്ടോണ്ട് ഇതിനെ പിടിച്ച് കുത്തിക്കാവുന്ന പോയത് നിങ്ങൾ പടവായി പോവും. പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അത് കോഴിക്കോട് പണ്ട് വ്യാപകമായിരുന്നു. ഇന്ന് നമ്മളോട് ജീവിച്ചിരിപ്പില്ലാത്തൊരു പ്രമുഖനായ സാഹിത്യകാരൻ്റെ മകൻ ഇത്തരത്തിലുള്ള ഈ ഒരു അയാൾ മരിച്ചുകയും ചെയ്തിട്ടുണ്ട്. അതെ, ഇത് പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നുള്ളത് പലയിടത്തും കേട്ടിട്ടുണ്ട്. അത് സത്യവുമാണ്, അതിനകത്ത് ഇതില്ലാതില്ല. നമുക്ക് പണ്ട് ചാണക്യൻ്റെ കാലത്ത് വിഷകന്യക ഉണ്ടായിട്ടുണ്ട്. ഈ വിഷകന്യക സ്പർശിക്കുകയോ വിഷകന്യകയുമായിട്ട് എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുകയോ ചെയ്താൽ അങ്ങനെ ചെയ്യുന്ന ആൾ മരിച്ചു. അതെന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഇവരുടെ ശരീരത്തിൽ സ്ലോ പോയിസണിങ് കൊടുത്ത് ഇവരെ വിഷകന്യക, അതായത് നമ്മുടെ ചാരസുന്ദരിമാരൊക്കെ പറഞ്ഞു
ഇത് ചാണക്യൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഇത് ഐതിഹ്യമൊന്നുമല്ല. ചാണക്യരൊക്കെ ജീവിച്ചിരുന്നവരാണ്. അവർ പിന്നെ ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും ഒക്കെ ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ടാവാം. കാരണം പുരാതന ഭാരതത്തിൽ ഇങ്ങനെ പലവിധ അറിവുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഇവർ തിരുത്തിയപ്പോഴാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ബോധം വരുന്നത്. പക്ഷേ അദ്ദേഹം ഒരു മാന്യത കാണിച്ചു. അദ്ദേഹം അത് തിരുത്തി. അദ്ദേഹം വളരെ തിരുത്തിയെന്ന് മാത്രമല്ല, നിങ്ങളെ ഞാൻ ഈ ബോംബെ അധോലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ പോലെ പിന്നെ ഷിംന അസീസിനെ തൂഫാൻ വാരിയറാകാൻ അദ്ദേഹം ക്ഷണിച്ചു. അപ്പോൾ തിലകൻ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ മോഹൻലാലിനോട് പറഞ്ഞു, എവിടെ നിന്ന് കിട്ടി ധൈര്യം ബേട്ടാ, നിന്നെ ഞാൻ ബോംബെ അധോലോകത്തിലേക്ക് ദാദായാക്കാൻ. അങ്ങനെ ഷിംന അസീസിനെ വാരിയോംകി വാരിയ ആക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ഇദ്ദേഹം അദ്ദേഹം അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ നല്ലൊരു പരിപാടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. കുറേ സാധനങ്ങൾ വാങ്ങി പിടിച്ചെടുക്കാൻ സാധിച്ചു. എങ്കിൽ പോലും ഇതും സംസ്ഥാനത്തെ ലഹരി മരുന്ന് ശൃംഖലയുടെ 100% പോലും ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരാളിനെ പിടികൂടിയപ്പോൾ അയാൾ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയാണെന്ന്. അത് ഞങ്ങളുടെ നാട്ടിലാണ്. ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി എന്നല്ല, അദ്ദേഹത്തിൻ്റെ ID കാർഡ് ഇതാണ്. ഇത് ഈ ID കാർഡ് തൂക്കിയിട്ടുകൊണ്ടാണ് പോകുന്നത്. പോലീസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ദാ നോക്കൂ, ഞാൻ ലഹരി വിരുദ്ധ, ഇവൻ്റെ വണ്ടിക്കകത്ത് ഒറ്റ സാധനം, അത് MDMA-യുമായിട്ടാണ് പിടിച്ചത്. അവൻ്റെ വീട് നിറച്ച സാധനം പെരുമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തിരുവല്ല. അപ്പോൾ ഇയാളെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഇദ്ദേഹം മദ്യവിരുദ്ധ അതുകൊണ്ട് ഇവനൊക്കെ വാറിയർമാരാൻ വേണ്ടി പോയതാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം ഇവർ പറഞ്ഞത്, ഞങ്ങളൊരു നല്ല കാര്യത്തിന് ഇറങ്ങിയതാണ്, ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഇത്രയും കാലം ഇവർ ഗുണ്ടകളായിരുന്നു, ഞങ്ങൾക്ക് ക്രിമിനൽ കേസ് പ്രതികളായിരുന്നു. ഞങ്ങൾ പക്ഷേ ഈ ലഹരിക്കെതിരെ പൊരുതാൻ തയ്യാറാണ്, ഞങ്ങളെ ആരും അടിപ്പിക്കുകയില്ല. അപ്പം ഇദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് ഇദ്ദേഹം മുഖേന ഇതിൻ്റെ ഭാഗവാക്കാകാനാണ് ഉള്ള ശ്രമമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോയതെന്ന്. നിരന്തരമായി പണ്ട് മുതലേ സുധാകരനെതിരെ ഉന്നയിക്കുന്ന ആരോപണം അദ്ദേഹത്തിന് ഗുണ്ടകളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, ഗുണ്ടകളുടെ നേതാവാണെന്നൊക്കെയാണ് ആരോപിക്കുന്നത്. ഉടൻ തന്നെ CPI ഹാൻഡിലുകൾ ഭയങ്കരമായി ഇത് ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ജില്ലയിലുള്ള അനുയായികളെ കാണാൻ വേണ്ടി പോയതാണ്, കൂട്ടത്തിൽ എറണാകുളത്തുള്ള അനുയായികളെ കണ്ടാണെന്നൊക്കെ പറഞ്ഞ് നിരന്തരം കളിയാക്കുക. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കാണാൻ പോയ ആളാണ് ഈ മട്ടാഞ്ചേരി ഷിബു കഴിഞ്ഞ ദിവസം ഇപ്പോൾ പിടിയിലായത്. അത് ബാറി കയറി. എന്നിട്ട് ഈ എനിക്ക് തോന്നുന്നു സുധാകരനെ കണ്ടിട്ട് ഇറങ്ങിപ്പോയ വഴിയാണോ, പോയ വഴിക്ക് ബാറി കയറി അടിയുണ്ടാക്കി. ഓപ്പറേഷൻ തൂഫാൻ വാരിയർ അവിടെ ബാറിൽ വലിയ വാരിയറായിട്ട് അവിടെ വലിയ ഫൈറ്റൊക്കെ നടത്തി. എന്തായാലും പിടിച്ച് 6.5 തലയടിച്ച് കീറി പോലീസ് പിടിച്ച് അവരെ ഇത് ചെയ്തിരിക്കുകയാണ്.